എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തുന്ന യുദ്ധം സൂക്ഷ്മദൃഷ്ടിയിൽ ഒരു ഡിവൈൻ വാറാണ്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളോട് പ്രാകൃതമായി പെരുമാറുകയും മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം രാഷ്ട്രങ്ങൾക്കും സംഘടനകൾക്കും എതിരെ അമേരിക്കയല്ലാതെ വേറെ ഏതു രാജ്യമാണ് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? ആരുമില്ല. റഷ്യയും ചൈനയും തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാറുമില്ല, ഒരു പൈസ ചെലവാക്കാൻ തയ്യാറുമല്ല. ഇത് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഭൂമിയിൽ ഈശ്വരൻ്റെ സ്പെഷ്യൽ ഡിസ്പെൻസേഷനുള്ള രണ്ട് പ്രധാന രാജ്യങ്ങളാണ് പടിഞ്ഞാറ് അമേരിക്കയും കിഴക്ക് ഇന്ത്യയും. മെറ്റീരിയൽ പവറിൻ്റെ കാര്യത്തിൽ അമേരിക്കയെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും സാധ്യമല്ല. അതുപോലെ സ്പിരിച്വൽ പവറിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും സാധ്യമല്ല. യുദ്ധാനന്തരം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സഖ്യം ലോകം മുഴുവനും സ്വാധീനിക്കുന്ന പുതിയൊരു ലോകക്രമത്തിന് തുടക്കം കുറിക്കും. ഒരു സംശയവും വേണ്ട. ലോകത്തിൻ്റെ ഭൗതികരംഗത്തും ആത്മീയരംഗത്തുമുള്ള രണ്ട് പ്രധാന രാജ്യങ്ങളുടെ വരാൻ പോകുന്ന സഖ്യത്തിൻ്റെ ഡിവൈൻ റിവലേഷനാണിത്. എല്ലാവർക്കും നമസ്കാരം.